ഇത് ചോറ്റാനിക്കര സ്വദേശിനിയായ അപർണ എന്ന യുവതി. ആരും അറിയാതെ പോയ അപർണയുടെ കഴിവുകൾ ഇന്നലെയാണ് വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇതോടെ അപർണ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. ഒരു മാസം മുൻപാണ് 24-കാരനും കൈപ്പട്ടൂർ സ്വദേശിയുമായ യുവാവിന്റെ ഫോണിലേക്ക് അപർണയുടെ ഒരു മെസ്സേജ് എത്തുന്നത്. എന്നാൽ അപർണയ്ക്ക് പക്ഷേ അയച്ച നമ്പർ മാറിപ്പോയതായിരുന്നു. അങ്ങനെ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് നമ്പർ മാറി അയച്ച മെസ്സേജ് വഴി ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി. ഇതോടെ വാട്സപ്പിൽ തുരുതുരാ സന്ദേശങ്ങളും അയച്ചു തുടങ്ങി. എന്നാൽ അപർണ തന്റെ ഫോട്ടോയോ മറ്റു ചിത്രങ്ങളോ ഒന്നും തന്നെ യുവാവിന് അയച്ചു നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു മാസം നീണ്ട പ്രണയത്തിനൊടുവിൽ നമുക്ക് ഒന്ന് നേരിൽ കണ്ടാലോ എന്ന് അപർണ യുവാവിനോട് ചോദിക്കുകയായിരുന്നു. വീണുകിട്ടിയ സൗഭാഗ്യം എന്ന നിലയിൽ യുവാവ് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ സമ്മതം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയിലെ ഒരു പ്രമുഖ മാളിൽ വെച്ച് നമുക്ക് കാണാമെന്ന യുവതി യുവാവിന് ഉറപ്പു നൽകി. യുവാവാകട്ടെ ചുളിവിലൊരു പ്രണയിനിയെ കിട്ടിയ സന്തോഷത്തിലുമായിരുന്നു. അങ്ങനെ അപർണ അറിയിച്ചത് പ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ച യുവാവ് നല്ല സുന്ദര കുട്ടപ്പനായി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 3 മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയ തന്റെ പുത്തൻ സ്കൂട്ടറും എടുത്ത് യുവാവ് തന്റെ പ്രിയതമയെ കാണാനായി യാത്ര തിരിച്ചു. മാളിലെത്തിയ ശേഷം യുവതിയെ ബന്ധപ്പെട്ടപ്പോൾ സ്കൂട്ടർ താൻ പറഞ്ഞ സ്ഥലത്ത് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് മാളിനുള്ളിലേക്ക് വരാൻ അപർണ യുവാവിനോട് ആവശ്യപ്പെട്ടു. അപർണ പറഞ്ഞ സ്ഥലത്ത് തന്നെ സ്കൂട്ടറൊക്കെ നിർത്തി യുവാവ് ആകാംക്ഷയോടെ മാളിനുള്ളിലേക്ക് എത്തി. തുടർന്ന് ഇരുവരും നേരിൽ കണ്ടതോടെ യുവാവിന്റെ മുഖം ചെറുതായൊന്ന് വാടിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, യുവതിക്ക് പ്രായം കുറച്ച് കൂടുതലല്ലേ എന്ന് യുവാവിനൊരു സംശയം. ഇത് അപർണയെ അറിയിക്കുകയും കൂടി ചെയ്തതോടെ അത് കുറച്ച് തടി കൂടിയതുകൊണ്ട് തോന്നിയതായിരിക്കുമെന്നും നമ്മൾ ഒരേ പ്രായക്കാരാണ് എന്നും അപർണ യുവാവിനോട് പറഞ്ഞു. എന്തായാലും വീണുകിട്ടിയ സൗഭാഗ്യമല്ലേ, വിടണ്ട എന്ന് കരുതി യുവാവ് അത് പ്രശ്നമാക്കിയില്ല. തുടർന്ന് അപർണ യുവാവിനെയും കൂട്ടി നേരെ മാളിലെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ എത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ ബിരിയാണിയും ജ്യൂസും ഒക്കെ കഴിച്ച് അങ്ങനെ സമയം ചെലവഴിച്ചു. തുടർന്ന് അപർണ യുവാവിനോട് പോയി കൈ കഴുകി വരാനായി ആവശ്യപ്പെട്ടു. ശരി, ഞാൻ ആദ്യം പോയി വരാമെന്ന് പറഞ്ഞ യുവാവ് വാഷ്റൂമിലേക്ക് പോയി. അവിടെ നിന്നുമാണ് ഈ കഥയിലെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. വാഷ്റൂമിൽ പോയി തിരിച്ചെത്തിയ യുവാവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് പറയാം. അതുവരെ തന്നോട് സംസാരിച്ചിരുന്ന തന്റെ കാമുകി അപ്രത്യക്ഷയായിരിക്കുന്നു. കാമുകി മാത്രമല്ല, ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ വെച്ചുപോയ പേഴ്സും മൊബൈലും വാഹനത്തിന്റെ ചാവി അടക്കമാണ് അപ്രത്യക്ഷമായത്. ഇതോടെ പരിഭ്രാന്തനായ യുവാവ് വാഹനം നിർത്തിയ ഭാഗത്തേക്ക് ഓടിച്ചെന്നുവെങ്കിലും അവിടെ വാഹനത്തിന്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടെത്താൻ. അങ്ങനെ തകർന്ന ഹൃദയവുമായി കിട്ടിയ ബസ്സിൽ വീട്ടിലേക്കെത്തി വീട്ടുകാരെ സംഭവം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കളമശ്ശേരി പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു യുവാവുമായി ചേർന്നാണ് യുവതി ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് കണ്ടെത്തി. ഇരുവരും സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം യുവതിയെയും കൂട്ടാളിയായ സോജൻ എന്ന യുവാവിനെയും പോലീസ് പിടികൂടുന്നത്. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. പിടിയിലായ സോജന് തട്ടിപ്പിനിരയായ യുവാവുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ പുറത്ത് ഇരുവരും ചേർന്ന് നടത്തിയ ഒരു കെണിയായിരുന്നു ഇത് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരം പ്രണയങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നതിനുള്ള വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഈ സംഭവം.